ഹായ്, നമസ്തേ. KPSC ലളിത എന്ന് പറയുന്ന മഹാപ്രതിഭ നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് ഇന്നലെ 4 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ആ മഹാനടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കടന്നു പോകുന്ന വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, ചിന്തിക്കുവാനും ചിരിക്കുവാനും ഒക്കെ കഴിവുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ചിട്ടാണ് ആ മഹത് വ്യക്തിത്വം നമ്മളിൽ നിന്നും വിടവാങ്ങിയത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും എൻ്റെ മനസ്സിലേക്ക് KPSC ലളിതയുടെ മുഖം പെട്ടെന്ന് തെളിയുന്നത് അവർ മരണപ്പെടുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് മദ്യവർജിത കേരളം എന്ന് പറയുന്ന നല്ല മനോഭാവത്തോടു കൂടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് അവരുപയോഗിച്ച ആ ഒരു വാക്ക്, ആ ഒരു പരസ്യവാചകമാണ്, അല്ലെ ആ ഒരു പരസ്യ മുഖമാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ആ ഒരു മുഖം കാണുമ്പോൾ അങ്ങനെ ഒരുപക്ഷെ ആ ഒരു മുഖം മാത്രം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തെളിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ മദ്യം ഇല്ലേ ബാറുകൾ 12 മണിവരെ തുറന്ന് പ്രവർത്തിക്കുന്നു ഇല്ലേ വർദ്ധിച്ചു വരുന്ന ബാറുകൾ, ലഹരി ഉപയോഗങ്ങൾ, ഇവയെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വേണ്ടാത്തതാണ്, മനുഷ്യരാശിക്ക് വേണ്ടാത്തതായ ഒരു കാര്യം. അത് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ഗവൺമെൻറ് വീണ്ടും അതിനെ വർദ്ധിപ്പിക്കുവാൻ, ആ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനം നടത്തുമ്പോൾ ആ മഹത്തായ ആ ഒരു പ്രതിഭ, അവരുടെ വാചകം ഇല്ലേ, അവർ അത്തരത്തിലുള്ള ഒരു പരസ്യത്തിൽ അഭിനയിക്കേണ്ടി വന്ന ഒരു കാപട്യം ഇന്നത്തെ ഒരു പക്ഷേ ഭരണകൂടങ്ങൾ ആ വ്യക്തികളെ, അത്തരം വ്യക്തികളെ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന മനോവിഷമം ഒക്കെ ഉള്ളത് കൊണ്ടാവാം ഒരുപക്ഷെ 4 വർഷത്തിനിപ്പുറം KPSC ലളിത എന്ന് പറഞ്ഞ് ആ അമ്മയുടെ മുഖം കാണുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു പരസ്യവാചകത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന തരത്തിൽ എൻ്റെ മനോനില അവിടെ ഉടക്കി കിടക്കുന്നത്. നമ്മളെ നാട്ടിലെ ലഹരി മുക്തമാക്കുക, ഒരു നാടിനെ നന്നാക്കുക എന്ന് പറയുന്നത് ലഹരിയുടെ ആ ഒരു ചങ്ങലയിൽ നിന്നും ബന്ധിതമായ നമ്മുടെ ജനതയെ മോചിപ്പിക്കുവാൻ കഴിയുന്നിടത്താണ് ഒരു ഗവൺമെൻറ്, ഒരു രാജ്യം എല്ലാം വിജയത്തിലെത്തുന്നതും ഒരു ഭരണാധികാരി യഥാർത്ഥ നല്ല ഭരണാധികാരി ആവുന്നതും. നാടിനെയും വളർന്നു വരുന്ന യുവതലമുറകളെയും നശിപ്പിച്ചുകൊണ്ട്, അവരെ ഉറക്കിക്കിടത്തിക്കൊണ്ട് ഭരിച്ചു മുന്നേറുക എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ലക്ഷ്യങ്ങളിൽ ഒന്നായി മാറരുത്. നാടിൻ്റെ നന്മയെന്ന് പറയുന്നത് ലഹരി വിളമ്പി കൊഴുത്ത് തടിപ്പിക്കുക എന്നുള്ളതല്ല. അവിടെ നശിച്ചു പോകുന്നത് ധാരാളം കുടുംബങ്ങളാണ്. ഒരുപക്ഷേ KPSC ലളിത എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി, ആ ഒരു കലാകാരി ഇത്തരത്തിലുള്ള, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പരസ്യങ്ങൾ ഞാൻ തൊട്ടു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വേണ്ടാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ഓവറായിട്ട് വില കൊടുക്കുമ്പോഴാണ്, അത്തരം വിഷയങ്ങൾക്ക് നമ്മൾ വില കൊടുക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തിഹത്യ നടക്കുന്നതെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞൊരു വീഡിയോയിലെ വാചകമാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ പറഞ്ഞതാണോ ഇവിടെ നടക്കാൻ പോകുന്നത്, അല്ലെ നമ്മൾ പരസ്യം കൊടുക്കുന്ന പരസ്യങ്ങൾ പൊതുവേ നമുക്കറിയാം, ആളുകളെ കബളിപ്പിച്ച് അവരുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാൻ വേണ്ടുന്ന ഒരു വസ്തു മാത്രമാണ് ഈ പരസ്യം എന്ന് പറയുന്നത്. ആ പരസ്യവാചകങ്ങളിൽ വീണു പോകുന്നതാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരുന്നതായിട്ടുള്ളൊരു സാഹചര്യം. അപ്പോൾ എനിക്ക് പെട്ടെന്ന്, എനിക്കെന്തോന്നും അറിയത്തില്ല, KPSC ലളിത എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു മുഖം അവിടെ നിൽക്കുന്നതും
കാരണം വിരോധാഭാസം, ഒരു വല്ലാത്ത വിഷമമുണ്ട്. അവരുടെ ആ ഓർമ്മ ദിനം എന്നിൽ ഓർത്തെടുക്കുന്നത് വേറെ പലതുമാണ്. എന്നിരുന്നാൽ തന്നെയും ലഹരി എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കേണ്ടുന്ന അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ലഹരി മുക്തമാക്കുക.